ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദോ. ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷു ഫലമാണ് കേട്ടോ. അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ, ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക. ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാഴവും പറഞ്ഞ കൊള്ളവർഷം 1200 ആണ്ട് മീനമാസം 30-ന്, അതായത് 13/4/2025 രാത്രി 3:21 ചോദ്യ നക്ഷത്രം 1-ാം പാദത്തില് നമ്മുടെ രവിസംഗമം അല്ലെങ്കിൽ മേട രവിസംഗമം അല്ലെങ്കിൽ വിഷു സംഗമം എന്ന് പറയാം. ഓക്കെ, തുലാംകൂറിലായിരുന്നു അല്ലെ. തുലാംകൂറിലെ ചോദ്യം 1-ാം പാദത്തിലാണ് നമുക്ക് ഈ തവണ എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത്. അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെങ്കിൽ വിഷു തൊട്ട് ഒരു വർഷത്തേക്ക് ഈ 1200 എന്താണ് മേടം 1 മുതൽ അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത്, എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്നെ ഒരു തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2025 ഈ വിഷു സംക്രമത്തിന് നമ്മുടെ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലം എന്ന് പറയുന്നത് എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് അനുഭവത്തിൽ വരിക. അശ്വതിക്കാർക്ക് തൊഴിൽ സംബന്ധമായിട്ടും സാമ്പത്തിക സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തൊഴിലൊക്കെ ഉള്ളവർക്ക്, ജോലിയിൽ നിൽക്കുന്നവർക്ക് പ്രൊമോഷനൊക്കെ സാധ്യത പറയുന്ന സമയം തന്നെയാണ്. മേലധികാരിയുടെ പ്രീതിക്കുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും കേട്ടോ. കാരണം മേലധികാരിയിൽ നിന്നൊരു തെറ്റിദ്ധാരണ അങ്ങനെ ഒരു കാര്യം വരാതെ മാക്സിമം മേലധികാരിയുമായിട്ട് ഒത്തുപോകുന്നതൊക്കെ ആയിരിക്കും വളരെ ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മേലധികാരിക്ക് ഇംപ്രഷൻ വരുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, ജോലിയിലുള്ള പെർഫോമൻസ് ഒക്കെ കാണിക്കുന്ന നമ്മുടെ ജോലിക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഹൈക്കായി അല്ലെങ്കിൽ കൂടുതലാക്കി തരും കേട്ടോ. അതുപോലെ തന്നെ ജോലിയിലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാം. ബിസിനസ്സിലായ ലാഭകരമായുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് ഓഫ്ലൈൻ മാത്രമാണെങ്കിൽ തവണ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ ഓൺലൈനിലേക്കൊക്കെ മാറ്റാവുന്ന അനുകൂലമായ സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത്. സോ അങ്ങോട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ മാറ്റുന്നത് വളരെ ഉത്തമമായിരിക്കും നമ്മുടെ ബിസിനസ് പുരോഗതിക്ക് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിലായാലും സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബിസിനസ്സുകാർക്ക് നമുക്ക് കുറച്ച് വലിയ സാമ്പത്തികകരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വന്നേക്കാം. അത് ഒരു പക്ഷേ നമ്മുടെ ബിസിനസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ആക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം, അതല്ലാതെ ആവാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പുതിയ തൊഴിലൊക്കെ അവസരങ്ങളൊക്കെ ശ്രമിക്കുന്നവർക്ക് നമുക്ക് ആലോചിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പുതിയ തൊഴിൽ മാറണം എന്ന് ചിന്തിക്കുന്നവരൊക്കെ ആയാലും എന്തായാലും ആലോചിച്ച് ഓരോ തീരുമാനം എടുത്ത പ്രശ്നം ഉണ്ടാവില്ല. പുതിയൊരു തൊഴിലിലേക്ക് മാറിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നവർ ആലോചിച്ച് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നവർക്ക് പ്രശ്നമില്ല. സാമ്പത്തികമായ പുരോഗതിയൊക്കെ കാണുന്ന ഒരു വർഷം തന്നെയാണ് ഈ കാലയളവ് എന്ന് പറഞ്ഞ വിഷു സംക്രമം മുതൽ മേടം 1 മുതൽ. എന്നിരുന്നാൽ പോലും എക്സ്പെൻസസ് വർദ്ധിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതിൽ ചെറിയ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സഡനായിട്ടുള്ള കുറച്ച് എക്സ്പെൻസ് മൂലം നമ്മുടെ കുടുംബത്തെ തന്നെ അത് ഭയങ്കര വലിയ കടത്തിലേക്ക് മാറ്റാനും കുടുംബത്തെ തന്നെ ഭയങ്കര ഒരു ബാധ്യതയിലേക്കൊക്കെ തള്ളിയിടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ കടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ മാക്സിമം കുറയ്ക്കുന്നത് അത്ര ഉത്തമമായിരിക്കും. മാക്സിമം ഉള്ള കടങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി താനും തൻ്റെ കുടുംബാംഗങ്ങളും കൂടി ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ സാധിക്കും. ശ്രദ്ധിച്ചാൽ പ്രശ്നമില്ല, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര വലിയ കടക്കണ്ണിയിലേക്ക് മാറാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അതുപോലെ വരുമാനത്തിൽ പുതിയ മാർഗങ്ങളൊക്കെ കണ്ടെത്താനും പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ കണ്ടെത്താനും പറ്റിയൊരു കാലഘട്ടം തന്നെയാണ് ഈ വിഷു സംക്രമം എടുത്തത് കേട്ടോ. അതുപോലെ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആക്കിയ കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ ചിലർക്ക് അശ്വതിക്കാർക്ക് ചില ആളുകൾക്ക് വിവാഹ യോഗമൊക്കെ പറയാൻ സമയമാണ്. സാമ്പത്തികമായിട്ട് നോക്കുമ്പോഴും കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ സഡൻ ആയിട്ടുള്ള കുറച്ച് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഇടപാട് നിമിത്തം നമ്മൾ വലിയൊരു കടക്കണ്ണിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആ കാര്യം കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ പക്ഷേ നമ്മളത് വലിയ കാര്യമാക്കി എടുക്കണ്ട. ഒന്നെങ്കിൽ നമ്മൾ തന്നെ സമാധാനത്തിൽ സംസാരിച്ച് തീർക്കാൻ പറ്റുമോ നോക്കുക. അതല്ലെങ്കിൽ മറ്റു മുതിർന്നവരെ അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലറിനെ കണ്ട് പക്വതയോടെ സംസാരിച്ച് സമാധാനത്തോടെ സംസാരിച്ചാൽ ആ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ യാത്രകൾക്കൊക്കെ അവസരങ്ങൾ കിട്ടുന്ന സമയമാണ്. അതുപോലെ പ്രത്യേകിച്ചും വിദേശ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അശ്വതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തെ യാത്രകൾ ചെയ്യാനുള്ള യോഗങ്ങൾ ഭാഗ്യങ്ങളൊക്കെ കാണുന്നൊരു സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ലൊരു ടൈം തന്നെയാണ്. നല്ല പഠന
മികവിനൊക്കെ പറ്റിയ സമയമാണ്. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ പഠനത്തിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, പഠനത്തിന് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നല്ല രീതിയിലുള്ള പഠന മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. നമ്മുടെ ടൈം മാനേജ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. നന്നായി ശ്രമിച്ചു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സാമിനൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും കേട്ടോ. മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഫോക്കസ് എൻഹാൻസിങ് ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ പവറിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. സോ ആ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ചെയ്യുന്ന അശ്വതി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അതിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എന്താണ് പേരൻസ് ആണ് കാണുന്നെങ്കിൽ അവരെന്ന് ഇങ്ങനത്തെ മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ ഫോക്കസ് എൻഹാൻസിങ് ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യിപ്പിക്കുന്നത് വളരെ നല്ലത്. ഒന്നെങ്കിൽ യൂട്യൂബിൽ തന്നെയുണ്ട് ഫ്രീ ആയിട്ടുള്ള കുറേ മെഡിറ്റേഷൻസ്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കുറേ ഫോക്കസ് എൻഹാൻസിങ് ആയിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പെയ്ഡ് ക്ലാസ്സസിലോ പെയ്ഡ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഞാൻ പറയാമെങ്കിൽ ഒരു പെയ്ഡ് പ്രോഗ്രാമിന് ചെയ്യിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു സ്റ്റുഡൻസിനായാലും കുറച്ചുകൂടി ഒരു ഇത് കിട്ടും, ബൂസ്റ്റപ്പ്. ഇപ്പം ലീവ് ആണല്ലോ എന്നോർത്ത് ചുമ്മാ ഇടാതെ അവരെ മെഡിറ്റേഷൻസ്, അതുപോലെ തന്നെ ഒരു ഫോക്കസ് എൻഹാൻസിങ് ആയിട്ട് അവരുടെ ഫോക്കസ് കൂട്ടാനോ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള ഓരോ പ്രോഗ്രാംസിനൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കുകയെങ്കിൽ സ്റ്റുഡൻസിന്റെ ലൈഫിന് കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അതിൽ ആരോഗ്യ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ചും വെയിറ്റ് കുറയ്ക്കുന്ന ലക്ഷ്യമായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ ആഹാര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, മറ്റുള്ളവർ ശ്രദ്ധിക്കണം. എന്നിരുന്നാൽ പോലും വെയിറ്റ് ലോസിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വെയിറ്റ് മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ ഗോളായിട്ട് കൊടുത്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കാം. നല്ല ഫുഡുകൾ കഴിക്കുക, ഫുഡ് കഴിക്കാതിരിക്കില്ല, കൃത്യമായിട്ട് നല്ല ഫുഡ്, നല്ലൊരു പ്രോപ്പർ ഡയറ്റീഷ്യനെ കണ്ട് ന്യൂട്രീഷനൊക്കെ കണ്ട് പ്ലാൻ എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ല. സ്വയമേ ഒരു പ്ലാൻ എടുത്ത് ചെയ്ത് അത് പിന്നെ പ്രശ്നമാവാതെ. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് പല കേസുകൾ, സോഷ്യൽ മീഡിയ തന്നെ പല കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ആഹാരം നിർത്തി, പിന്നെ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ വയറ് ചുരുങ്ങി പോവാന്ന് പറഞ്ഞ അവസ്ഥയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് മാനേജ്മെന്റിന് കൃത്യമായിട്ട് പ്രോപ്പർ ഡയറ്റും ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷനൊക്കെ കറക്റ്റാക്കി ഡയറ്റ് ഒക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ആൻസൈറ്റിയും സ്ട്രെസ് ഒക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ പൊതുവെ അശ്വതി നക്ഷത്രകാലം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടൈം നോക്കി കാണാൻ പറ്റും. അതുപോലെ പരിഹാരങ്ങൾ, എന്തൊക്കെ പരിഹാരമാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞ ചെറിയ ചെറിയ ദോഷങ്ങൾക്കൊക്കെ എന്തൊക്കെ പരിഹാരങ്ങളാണെങ്കിൽ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ നമുക്ക് നല്ലതാണ്. നമുക്ക് പറ്റുമ്പോഴൊക്കെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ തന്നെ ഡെയിലി ജപിക്കാൻ പറ്റുന്നവർക്ക് സഹസ്രനാമം ഡെയിലി ജപിക്കാം, നിത്യാനം ജപിക്കാം. ഇനി പറ്റൂല നമുക്ക് ഡെയിലി ജപിക്കാൻ പറ്റില്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം നമ്മൾ എന്ത് ചെയ്യുക, സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുന്ന നല്ലതാണ്. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചോളം അവിടെ മാസം ഓരോ സമയത്തൊന്നും ജപിക്കാൻ പറ്റുന്നില്ല, അതുപോലെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ജപങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കാലങ്ങളിൽ ജപിക്കേണ്ട, മറ്റുള്ള അത് കഴിഞ്ഞിട്ട് നമുക്ക് ജപിക്കാമല്ലോ. സോ അങ്ങനെ ജപിക്കുക കേട്ടോ. അതുപോലെ ശിവക്ഷേത്രത്തിൽ അഭിഷേകമൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ മന്ത്രം 108 തവണ നിത്യേന ജപിക്കുകയാണെങ്കിൽ ഉത്തമമാണ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജപിക്കാവുന്ന ദിവസങ്ങളിൽ ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ദിവസം നമുക്ക് എന്താ ജപിക്കേണ്ടെന്ന് വെക്കാം, മറ്റുള്ള ദിവസങ്ങളിലേക്ക് നമുക്ക് ജപിക്കാവുന്നതാണ്. മാക്സിമം ജപിക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ, കുഴപ്പമില്ലാത്ത ദിവസങ്ങളിൽ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ. 108 തവണ വീതം നിത്യേന ജപിക്കുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ നമുക്ക് വ്യാഴാഴ്ച ദിവസം അന്നദാനമൊക്കെ നടത്തുന്നത് വളരെ ഉത്തമമായിട്ട്. ഈ അന്നദാനം നമുക്ക് എന്ത് ചെയ്യാം, മുടക്കാതെ ചെയ്യാവുന്ന കാര്യമാണ് വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നത്. അത് വലിയ രീതിയിൽ നമുക്കൊരു 10,000-ന്റെ അല്ല 50,000-ന്റെ അന്നദാനമൊക്കെ നടത്തുന്നൊന്നുമില്ല. നമുക്ക് എന്താണ് പറ്റുന്നത് അത് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ നമ്മളിപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം ജോലിക്ക് പോകുന്നു, ഒരു പൊതി ചോറ് കൃത്യമായിട്ട് അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. ഒരു പൊതി ചോറ് കൊടുത്താൽ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെ? എല്ലാം ഈശ്വരന് അറിയാവുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ഉള്ളതിൽ നിന്ന് നമ്മളൊരു പങ്ക് കൊടുക്കുമ്പോൾ ഈശ്വരൻ അത് കാണുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് എന്തായാലും തരും. അപ്പം നമ്മൾ ചുമ്മാ എന്നതാണെന്ന് വെച്ചാൽ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് നാളെ പൈസ ഫുഡ് ഞാൻ ചെലവ് ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കുക, അതുകൊണ്ട് കാര്യമില്ല. ആ ഫുഡിന് അർഹതപ്പെട്ടവരുണ്ട് ശരിക്കും. ആ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തവര്, വാങ്ങി കഴിക്കാൻ പറ്റാത്തവര്, അങ്ങനെയുള്ളവർക്ക് കൊടുക്കുക. അല്ലാതെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവർക്കോ ഫുഡ് മേടിച്ചു കൊടുത്ത് അവർക്ക് എൻജോയ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതല്ലാതെ അവരെ അന്നദാനം ആവുന്നില്ല. ഓക്കെ, എന്ന് വെച്ചാൽ ശരിക്കും അവരെ അന്നം കഴിച്ചിട്ട് നിങ്ങളെ എന്ത് ചെയ്യില്ല, നിങ്ങൾ ആ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തൂല. മറ്റൊരാകുമ്പം ഇല്ലാത്തവരാകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നേരത്തിന് ആഹാരത്തിന് വാല് നിർണ്ണയിക്കുന്നവരാ കറക്റ്റായിട്ട് കൊടുക്കുന്നവരാകുമ്പോൾ എന്ത് ചെയ്യും, അപ്പൊ അവരുടെ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തും. അത് ഭയങ്കര വലിയൊരു നല്ല രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യും, നല്ല രീതിയിൽ നല്ല ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനും ഭാഗ്യവർദ്ധനയൊക്കെ ഭയങ്കരമായിട്ട് ഉത്തമമായിരിക്കും കേട്ടോ. അപ്പം അത് ചെയ്യാം. അത് ഒത്തിരി ഒന്നും വേണ്ട. നമ്മൾ ഒരു പൊതി ചോറ് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഇത്ര രൂപയാവും. എനിക്കതിന് ഒരു ഹോട്ടലിൽ തന്നെ മിനിമം 90 രൂപയ്ക്ക് കിട്ടും, 107 രൂപയ്ക്ക് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഒന്നെങ്കിൽ ഹോട്ടലിൽ മേടിച്ചു കൊടുക്കുക. അത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ
അപ്പം നിങ്ങൾക്ക് പാകം ചെയ്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്. നിങ്ങൾ തന്നെ ഉണ്ടാക്കി അത് പൊതുകെട്ടി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഇരട്ടിയാണ് ഫലം. കാരണം നിങ്ങൾ അതിന് വേണ്ടി കഷ്ടപ്പെട്ടു. ഞാൻ അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയി കൊടുക്കുമെങ്കിൽ അച്ചൂടെ നല്ലതായിരിക്കും. ഇനി അതും പറ്റൂല, അങ്ങനെയൊന്നുമല്ല, ഞാൻ ഇപ്പോൾ ഒരു ഹോസ്റ്റലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് വീടും വിട്ട് മാറിയാണ് നിൽക്കണേ, ഞാൻ തന്നെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് മേടിച്ച് കൊണ്ടുപോയി കൊടുക്കുക. അല്ലെങ്കിൽ എന്താ, നമ്മളെ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ അന്നദാനമാക്കി നടത്തുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ. അപ്പൊ ഈ പരിഹാരങ്ങളൊക്കെ നമ്മളെ പറ്റുന്ന രീതിയിൽ ചെയ്യുക, മുടങ്ങാതെ തന്നെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തു പോവുക. നമുക്ക് എന്ത് ചെയ്യാം, ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ പറ്റുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ചിന്തയോടെ നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലങ്ങളെ നമ്മളിലേക്ക് എത്തുള്ളൂ അല്ലേ. എല്ലാം നല്ലതിന് വേണ്ടിയല്ലേ നടക്കുന്നത്. അങ്ങനെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ. ഇത്രയൊക്കെയാണ് വിഷുഫലം എന്ന് പറയുന്നത്. നമ്മുടെ പേരും നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ താരെ പേരും കമന്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ അതിൽ ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേരും നക്ഷത്രം വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേളയിലും ഒന്ന് ഉൾപ്പെടുത്തുക. കാരണം അറിയാലോ, നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുന്ന ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത്. സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, അതിന് ഇരട്ടി പവർ കിട്ടും. നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന അല്ലാതെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് നടത്തുമ്പോൾ ഇരട്ടി ഒരു പവറായിരിക്കും. ഈശ്വരനിലേക്ക് പെട്ടെന്ന് അത് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത്രയും വിഷുഫലം കേട്ടു. അപ്പൊ വിഷുഫലം കേൾക്കുമ്പോൾ കുറെ ആളുകൾക്ക് സന്തോഷം, കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം, സ്വാഭാവികം. കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും. ദോഷഫലങ്ങൾ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു വിങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒക്കെ അത് നോർമലാണ്, നമ്മൾ ഹ്യൂമൻസ് ആണ്, ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്തായാലും നമ്മൾ എന്ത് ഇമോഷണൽ ആയാലും ഒത്തിരി ഓവർ ആക്കല്ല, ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് എഫക്റ്റ് വരും. അപ്പം നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട, ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നവർ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിലും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു പിടിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഷുഫലത്തിലെ പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെമീൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാലം നമ്മൾ 27 നക്ഷത്രഫലമായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്തിനാ ഓരോ നക്ഷത്രക്കാർക്കും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാട് ചെയ്യുക. അത് പൂർണ്ണമായിട്ടും ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ അതിൽ ഒന്നോ രണ്ടോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം എന്താണ്, ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോൾ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ഈ വിഷുഫലം റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി, ഓക്കെ, ഇവിടെ റെമഡി വേണം, പരിഹാരങ്ങൾ കൂടെ വേണം. പക്ഷെ ഒരു വർഷത്തേക്കുള്ളതാണ്. കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല, പക്ഷെ വിഷുഫലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ പരിഹാരങ്ങളും വേണം. ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നലുണ്ടായത്, പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നലുണ്ടായത്. സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെയ്യാൻ പറ്റും ചെയ്യും. അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളാൽ പറ്റുന്ന എന്നുവെച്ചാൽ ഒന്നും ചെയ്യാതെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാൻ കഴിഞ്ഞപ്പോൾ ഏതാണ് നമുക്ക് പറ്റുന്ന യഥാശക്തി എന്തെങ്കിലുമൊക്കെ വഴിപാട്. കാരണം ഒരു ഈശ്വരാധീനം, ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, കൂടെ. കാരണം അതുപോലെ തന്നെ ഈശ്വരൻ്റെ കാര്യം ചെയ്യുമ്പോൾ പലരും പറയുന്നത്, ഞാൻ ഇത്രയും ഇതുണ്ട്, അമ്പലങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, മുടങ്ങാതെ എല്ലാ മാസം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, എന്നാൽ പറ്റുന്ന ഓരോ വഴിപാടും ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു പ്രയോജനം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈശ്വരൻ്റെ കാര്യം കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിഷമത്തോടെ അല്ലെ സങ്കടത്തോടെ കൊടുക്കില്ല. നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ. കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സമ്പത്തികം നമുക്ക് തന്നതാരാ? ഈശ്വരനാണ്. അപ്പൊ നമ്മൾ അത് ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ പൈസയുടെ കാര്യം, എന്ത് കാര്യം, നിങ്ങൾ ഒരു കാര്യം കടയിൽ പോയി മേടിക്കുന്നു, അപ്പൊ അതിന് ഇത്രയും പൈസ ആവല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക, വേണ്ടെങ്കിൽ മേടിക്കേണ്ട. പക്ഷെ പൈസ കൂടുതലാണല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യല്ലോ അവിടെ പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ. അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ്. അപ്പം ആ പൈസ നമുക്ക് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുള്ളൂ. കാരണം എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല് പൈസക്ക് തോന്നും. മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ട് വലിയ പ്രത്യേകിച്ച് തോന്നുമല്ലോ, എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കും. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണ്. അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല, ഓക്കെ, ഇങ്ങനൊരു ടീം കൂടിയുണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ, പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ, ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന
ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബിൽ വന്നു കഴിയുമ്പോഴും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ മാസവും മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും. അത് എന്താണ്, അതുപോലെ തന്നെ മറ്റ് അനവധി വെബിനാർസ് ഉണ്ടാവും. നമ്മൾക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ, പവേഴ്സ് ക്ലബിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല. പെയ്ഡും ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷണൽ കാര്യങ്ങൾ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നോർമലി ഒരു കോൾ കണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറയുന്നുണ്ട്. പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓഫർ കൃത്യ ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, പ്രത്യേക ഓഫർ കിട്ടും. 24 മണിക്കൂറിലേക്ക് 2 മണിക്കൂർ നേരത്തേക്ക് 1/2 മണിക്കൂറുകൾക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി, പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല. ഓക്കെ, അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളിലേക്ക് തോന്നിപ്പിക്കും ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകും. വെബിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. കൺസൾട്ടേഷൻ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് വെച്ചാൽ ഒരു ഫാമിലി പോലെയാണ്. അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന രീതിയിൽ മാക്സിമം മനസ്സിലാക്കാവുന്ന രീതിയിൽ അത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ്. എന്നുവെച്ചാൽ കൊച്ചു കുട്ടികൾ ഇരുന്നപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ഒരു 6 to 7 വെബിനാർസ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബിന്റെ ഭാഗമായിട്ട്. ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് നിർത്താൻ വേണ്ടി നിന്നാണ്. പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ ആളുകൾ ജോയിൻ ചെയ്തപ്പോൾ അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം. നമ്മുടെ പവേഴ്സ് ക്ലബിൽ നിന്ന് കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചോദിച്ചാൽ മതി. അല്ലാതെ ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സാട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് റൂൾസും അതിന്റെ റെഗുലേഷൻസും ഉണ്ട്. അത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക, അത്ര മാത്രം കേട്ടോ. അപ്പം ഈ ഒരു വിഷുകാലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. ഓക്കെ, സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തയോടെ സൽപ്രവൃത്തിയോടെ ഈശ്വര അനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ. അപ്പൊ നല്ല ഒരു വർഷമാവട്ടെ നമുക്ക് ഈ ഒരു വിഷുകാലം എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കോളൂ കേട്ടോ.